ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. ഇൻഡേസ് 12 പ്ലാന്റ് പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റിൻ്റെ അവസാന ഭാഗത്തേക്കാണ് ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്രീസിയേഷൻ എങ്ങനെ ചാർജ് ചെയ്യുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. സോ ജനറലി അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിപ്രീസിയേഷൻ എന്താണെന്ന് വെച്ചാൽ, ഡിപ്രീസിയേഷൻ ഈസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഡ്യൂ ടു ടയർ ആൻഡ് വെയർ ഒബ്സലസൻസ് പാസേജ് ഓഫ് ടൈം എന്നുള്ളതാണ് ഡിപ്രീസിയേഷൻ്റെ ജനറൽ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഡെഫിനിഷൻ. സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫിക്സഡ് അസറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വാല്യൂ കുറയുന്ന ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഒന്ന് മലയാളീകരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ തേയ്മാനം എന്ന രീതിയിലൊന്ന് വിശേഷിപ്പിക്കാം. സോ ഈ ഡിപ്രീസിയേഷൻ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതായത് പ്ലാൻ പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റിൽ എങ്ങനെ ചാർജ് ചെയ്യും അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. Usually fixed assets are expected to be used for more than 1 year. Therefore, the depreciation amount of a fixed asset is allocated over its particular life. The amount allocated to a particular accounting period is called depreciation. So, ഇതിൽ പറയുന്നത് വെച്ചാൽ പ്ലാൻ പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഫിക്സഡ് അസറ്റാണ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളാണ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ വരുന്നത്. സോ സ്വാഭാവികമായിട്ടും എന്തുണ്ട്, ഫിക്സഡ് അസറ്റിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഡിപ്രീസിയേഷൻ എന്തുണ്ട്, ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഡിപ്രീസിയേഷൻ എന്താണ്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഒരു അസറ്റിൻ്റെ ലൈഫിൻ്റെ മുകളിലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മെഷീനറി യൂസ് ചെയ്യുന്നുണ്ട്. മെഷീനറി 5 വർഷത്തേക്കാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഡിപ്രീസിയേഷൻ 20,000 രൂപയുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. അതായത് 20,000/5, ഓരോ വർഷവും 4,000 വെച്ചാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമുക്ക് കാണാനുള്ള ഒരു ഇക്വേഷൻ ഇവിടെ പറയുന്നുണ്ട്. കോസ്റ്റ് മൈനസ് റെസിജ്വൽ വാല്യൂ എന്ന ഇക്വേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ലെസ് റെസിജ്വൽ വാല്യൂ. സോ എന്താണ് ഡിപ്രീസിയേഷൻ എന്നുള്ള കാര്യം മനസ്സിലായി. പ്ലാൻ പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റിൽ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ തിയററ്റിക്കലി പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ആസ്പെക്ട്സിലേക്ക് ഒന്ന് കടക്കാം. എക്സാമ്പിൾ, ദ പോളിസി ഓഫ് ആകാശ് ലിമിറ്റഡ് ഈസ് ടു കീപ് കമ്പനി വെഹിക്കിൾ ഫോർ 5 years. It has just bought new equipment for 30,000 rupees. Today's market price less selling cost of similar equipment that is 5-year-old is 9,000, which is reasonable estimate of the residual value of new equipment. Calculate depreciation amount, annual depreciation charge. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷനും കാണണം, ആനുവൽ ഡിപ്രീസിയേഷനും ചാർജും കാണണം. സോ പറയുന്നതെന്ന് വെച്ചാൽ, ആകാശ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയ എക്യുപ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 30,000 ആണ്. 5 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത്. സിമിലർ എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രീസിയേഷൻ, അതായത് സിമിലർ എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രീസിയേഷൻ 9,000 ആണ്. മാർക്കറ്റ് പ്രൈസ് ലെസ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിപ്രീസിയേഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ ഇക്വേഷനിൽ പഠിച്ച കാര്യമാണ്. സോ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാണണം. ഡിപ്രീസിയേഷൻ എമൗണ്ട് ഫസ്റ്റ് നമ്മൾ കാണുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് ആണ്. ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് തന്നിട്ടുണ്ട് 30,000, റെസിജ്വൽ വാല്യൂ തന്നിട്ടുണ്ട് 9,000. സോ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ ലെസ് റെസിജ്വൽ വാല്യൂ. അതായത് 30,000 മൈനസ് 9,000, 30,000 9,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയബിൾ എമൗണ്ട് കിട്ടും. സെക്കൻഡ് കാണേണ്ടത് ആനുവൽ ഡിപ്രീസിയേഷൻ ചാർജാണ്. ഡിപ്രീസിയേഷൻ എമൗണ്ട് 21,000 കിട്ടിയിട്ടുണ്ട്. പിന്നെ യൂസ്ഫുൾ ലൈഫ് കോസ്റ്റ് തന്നിട്ടുണ്ട് 5 വർഷമാണ്. 21,000 ഡിവൈഡഡ് ബൈ 5, സോ 4,200 എന്ത് കിട്ടും, ആനുവൽ ഡിപ്രീസിയേഷൻ ചാർജ് കിട്ടും. സോ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കാണാം. അതായത് കോസ്റ്റിൽ എന്ത് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ദ വെഹിക്കിളും റെസിജ്വൽ വാല്യൂം തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ദ വെഹിക്കിളും റെസിജ്വൽ വാല്യൂം തന്നു കഴിഞ്ഞാൽ എന്താണ്, ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. കോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ ലെസ് റെസിജ്വൽ വാല്യൂ ആണ്. സോ 30,000 മൈനസ് 9,000, 21,000 ഡിപ്രീസിയബിൾ എമൗണ്ട് കിട്ടും. ആനുവൽ ഡിപ്രീസിയേഷൻ ചാർജ് എങ്ങനെയാണ് കാണുക എന്ന് വെച്ചാൽ, ഡിപ്രീസിയബിൾ എമൗണ്ട് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. സോ ഡിപ്രീസിയബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 21,000 ആണ്, യൂസ്ഫുൾ ലൈഫ് 5 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. സോ 21,000 ഡിവൈഡഡ് ബൈ 5, 4,200 എന്ത് കിട്ടും, ആനുവൽ ഡിപ്രീസിയേഷൻ ചാർജ് കിട്ടും. സോ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്ലാൻ പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
സോ ഏകദേശം നോർമൽ മെത്തേഡ് തന്നെയാണ് ഈ പ്ലാന്റ് പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റിലും എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ കാണാൻ ഫോളോ ചെയ്യുന്നത്. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടാൻ എന്നുള്ള നിലക്കാണ് ഈ ഒരു ഇല്ലുസ്ട്രേഷൻ തന്നത്. പിന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വെക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇൻ കണക്ഷൻ വിത്ത് ഡിപ്രീസിയേഷൻ. So first point, the residual value and its useful life of an asset should be reviewed at least at the end of each accounting period. So depreciation എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അസറ്റിൻ്റെ കോസ്റ്റും റെസിജ്വൽ വാല്യൂം തമ്മിലുള്ള എന്താണ് ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫറൻസ് ആണ് ഡിപ്രീസിയേഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. സോ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റെസിജ്വൽ വാല്യൂം അസറ്റിൻ്റെ ലൈഫും എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ അക്കൗണ്ടിങ് പീരിയഡിൻ്റെ അവസാനം എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. റെസിജ്വൽ വാല്യൂം അസറ്റിൻ്റെ ലൈഫും നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം. എല്ലാ വർഷത്തിൻ്റെയും അവസാനം അല്ല എല്ലാ അക്കൗണ്ടിങ് പീരിയഡിൻ്റെ അവസാനം എസ്റ്റിമേറ്റ് ചെയ്യണം. സോ ഈ എസ്റ്റിമേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും നമ്മുടെ എസ്റ്റിമേഷനിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 പ്രകാരം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 പറയുന്നത് വെച്ചാൽ അക്കൗണ്ടിങ് പോളിസീസ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആൻഡ് എറേഴ്സ് ആണ്. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇൻഡേഴ്സ് 8 പ്രകാരം ആണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ എല്ലാ വർഷവും ഈ ഒരു ഏതൊരു അസറ്റ് ആണെങ്കിലോ അസറ്റിൻ്റെ റെസിജ്വൽ വാല്യൂം യൂസ്ഫുൾ ലൈഫും നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം. ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇൻഡേഴ്സ് 8 പ്രകാരം റെക്കോർഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇൻഡേഴ്സ് 8 ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ സ്കോപ്പിലാണ് ഈ ഒരു ഐറ്റം വരുന്നത്. അതായത് എന്തെങ്കിലും മിസ്റ്റേക്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഡേഴ്സ് 8 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആൻഡ് എറേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് the useful life of an asset defined as the period over which an asset is expected to be available for use by entity or the number of production expected to be obtained from the asset by an entity. So ഒരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് അത് എത്ര കാലത്തേക്കാണ് നമുക്ക് എന്ത് തരുന്നത്, എക്കണോമിക് ബെനിഫിറ്റ് തരുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു മെഷീനറി ഉണ്ട്, അതായത് എൻ്റെ ഫേമിൽ ഒരു മെഷീനറി ഉണ്ട്, എന്ത് ചെയ്യുന്നു, അതൊരു 7 വർഷത്തേക്ക് എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, എക്കണോമിക് ബെനിഫിറ്റ് തരുന്നുണ്ട്. അല്ലെങ്കിൽ 7 വർഷത്തേക്ക് എന്താണ്, 7 വർഷത്തേക്ക് മാത്രമേ അതിന് നമുക്ക് എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്താൻ പറ്റൂ. സോ അതിൻ്റെ ഒരു യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു 7 വർഷമാണ്. അതായത് നമുക്ക് എഫക്റ്റീവ് പ്രൊഡക്ഷൻസ് നടത്താൻ പറ്റിയ കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്, യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. സോ ആ യൂസ്ഫുൾ ലൈഫിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് ആണ് നമുക്ക് തന്നത്. അതായത് യൂസ്ഫുൾ ലൈഫിനെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഒരു അസറ്റിന് എത്ര കാലത്തേക്കാണോ പ്രൊഡക്റ്റീവായിട്ട് പ്രൊഡക്ഷൻ പർപ്പസിൽ ഏർപ്പെടാൻ പറ്റുന്നത് ആ ഒരു കാലഘട്ടത്തെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ്ഫുൾ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, റെസിജ്വൽ വാല്യൂം യൂസ്ഫുൾ ലൈഫും എസ്റ്റിമേറ്റ് ചെയ്യണം. ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇൻഡേഴ്സ് 8 പ്രകാരം ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ഒരു അസറ്റിന് എന്താണ് നമുക്ക് എക്കണോമിക് ബെനിഫിറ്റ് തരാൻ പറ്റിയ അത്രയും കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ്, ഡിപ്രീസിയേഷൻ ബിഗിൻസ് വെൻ ദ അസറ്റ് ഈസ് അവൈലബിൾ ഫോർ യൂസ് ആൻഡ് കണ്ടിന്യൂസ് അണ്ടിൽ ദ അസറ്റ് ഈസ് ഡീറെക്കഗ്നൈസ്ഡ്. സോ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു അസറ്റ് യൂസ് ചെയ്തത് മുതലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ തുടക്കം മുതൽ അസറ്റ് ഡിസ്പോസ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട്. സോ തേർഡ് പോയിന്റ് പറഞ്ഞത് നമ്മളൊരു അസറ്റ് യൂസ് ചെയ്ത് തുടങ്ങുന്ന മുതൽ ആ അസറ്റ് ഒഴിവാക്കുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഫോർത്ത് പോയിന്റ്, there are 3 important methods of charging depreciation. First one, straight line method. Second, diminishing balance method. Third, use of പ്രൊഡക്ഷൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ നോർമൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ 2 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന 2 മെത്തേഡാണ് നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചത്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, രണ്ടാമത്തെ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ്. സോ പക്ഷേ നമ്മൾ ഈ ഒരു കേസ്, അതായത് പ്ലാന്റ് പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ
ഈ ഒരു ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ 3 മെത്തേഡാണുള്ളത്. ആ 3 മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്, 2 ഡിമിനിഷിങ് ബാലൻസ് ഓർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, തേർഡ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്. സോ ഈ കാര്യങ്ങൾ ജസ്റ്റ് തിയററ്റിക്കലായിട്ടേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡിലൊന്നും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ അത് പഠിക്കുന്നില്ല. സോ തിയററ്റിക്കലായിട്ട് നിങ്ങൾ ഈ കാര്യം ഓർമ്മിച്ച് വെക്കുക. അതായത് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 പ്രകാരം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്. സോ ഫസ്റ്റ് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്, രണ്ടാമത്തെ റിട്ടേൺ ഡൗൺ വാല്യൂ ഓർ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്, തേർഡ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ് എന്നിവയാണ്. ഫിഫ്ത്ത് പോയിന്റ്, ഡിപ്രീസിയേഷൻ ഷുഡ് ബി ചാർജ്ഡ് ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അതായത് എന്താണ്, ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത്. സോ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട 5 പോയിന്റുകളാണ് ഇപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട 5 പോയിന്റുകളാണ് പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് വെച്ചാൽ റെസിജ്വൽ വാല്യൂം യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ വർഷവും എസ്റ്റിമേറ്റ് ചെയ്യണം. ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇന്ത്യ സെറ്റ് പ്രകാരം റെക്കോർഡ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ് പറയുന്നത് വെച്ചാൽ യൂസ്ഫുൾ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അസറ്റിന് എത്ര വർഷമാണോ എഫക്റ്റീവായിട്ട് പ്രൊഡക്ഷൻ പർപ്പസിൽ ഏർപ്പെടാൻ പറ്റുന്നത് ആ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ ഒരു കാലയളവിനെയാണ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു അസറ്റ് യൂസ് ചെയ്യുന്നത് മുതൽ ആ അസറ്റ് ഡീറെക്കഗ്നൈസ്, അതായത് ആ അസറ്റ് ഒഴിവാക്കുന്നത് വരെ, യൂസ് ചെയ്യുന്നത് മുതൽ അസറ്റ് ഒഴിവാക്കുന്നത് വരെ എന്ത് ചെയ്യുന്നു, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 പ്രകാരം ഡിപ്രീസിയേഷൻ, പ്ലാൻ പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റ് എന്ന സ്റ്റാൻഡേർഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ 3 മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്, മൂന്നാമത്തത് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ് എന്നിവയാണ് അവ. സോ തിയററ്റിക്കൽ ആസ്പെക്ട്സ് മാത്രമേ നമുക്കിത് പഠിക്കാനുള്ളൂ. ഇത്ര അഡ്വാൻസ് ആയിട്ടൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സിലബസിൽ അതില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ തിയററ്റിക്കലായിട്ട് ഈ 3 പോയിന്റ് ഓർമ്മിക്കുക. 5ാമത്തെ പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു 5 പോയിന്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർമ്മിക്കേണ്ടത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഡീ റെക്കഗ്നീഷൻ ഓർ റിട്ടയർമെൻറ്റ് ആൻഡ് ഡിസ്പോസൽ. അതായത് ഡീ റെക്കഗ്നീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അസറ്റിനെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു അസറ്റിനെ നമ്മൾ നമ്മുടെ ഓപ്പറേഷൻസിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഡീ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഡിസ്പോസൽ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. An asset should be removed from its balance sheet on disposal or return it is withdrawn from use and no future economic benefit are expected from it. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡീ റെക്കഗ്നീഷൻ ഓർ ഡിസ്പോസൽ എന്ന് പറയുന്നത് നമ്മളൊരു അസറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു അസറ്റിന് പിന്നീട് ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഒന്നും തരാൻ സാധിക്കില്ല. സോ ഡീ റെക്കഗ്നീഷൻ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടൊന്ന് ആലോചിക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് ഒരു അസറ്റ് ഒഴിവാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അസറ്റിന് പിന്നെ ഒരു എക്കണോമിക് ബെനിഫിറ്റ് നമുക്ക് തരാൻ സാധിക്കുന്നില്ല. സോ ഇങ്ങനെ ഒഴിവാക്കാൻ 2 മെത്തേഡാണുള്ളത്, അല്ലെങ്കിൽ ഡിസ്പോസലിന് അല്ലെങ്കിൽ ഡീ റെക്കഗ്നീഷന് 2 മെത്തേഡാണുള്ളത്. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു അസറ്റ് വിൽക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അസറ്റ് ലീസിന് കൊടുക്കുന്നു. ഈ ഒരു 2 മെത്തേഡാണുള്ളത്, ഒന്നുകിൽ വിൽക്കുന്നു അല്ലെങ്കിൽ ലീസിന് കൊടുക്കുന്നു. സോ ഈ 2 മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് എന്ത് ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ സർപ്ലസ് ഉണ്ടാവും, ഡെഫിസിറ്റ് ഉണ്ടാവും. സോ സർപ്ലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ പ്രൊസീഡ്സ് ആൻഡ് ക്യാരിങ് എമൗണ്ട് റെപ്രസെൻറ്റ് ദ ഗെയിൻ ഓർ ലോസ് ഓഫ് ഡിസ്പോസൽ. സെയിൽ പ്രൊസീഡ്സും ക്യാരിങ് എമൗണ്ട് തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്, ഈ ഗെയിനും ലോസും നിർണ്ണയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാരിങ് എമൗണ്ട് അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ക്യാരിങ് എമൗണ്ട് എന്താണെന്നുള്ള കാര്യം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ക്യാരിങ് എമൗണ്ട് എന്തായിരുന്നു, കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ് ക്യാരിങ് എമൗണ്ട് എന്ന് പറയുന്നത്. സെയിൽ പ്രൊസീഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് വിറ്റാ കിട്ടുന്ന തുകയാണ് സെയിൽ പ്രൊസീഡ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്, ഡിപ്രീസിയേഷൻ എന്താണ് 20,000 രൂപയാണ്. സോ ക്യാരിങ് എമൗണ്ട് എത്ര കിട്ടും, 1,00,000 മൈനസ് 20,000.
ഡിപ്രീസിയേഷൻ 20,000 കോസ്റ്റ് ഓഫ് ദ അസറ്റ് 1 ലക്ഷമാണ്. സോ ക്യാരിങ് എമൗണ്ട് 80,000 നമുക്ക് കിട്ടും. സെക്കൻഡ് എന്താണ്? സെയിൽ പ്രൊസീഡ്സ്. സെയിൽ പ്രൊസീഡ്സ് എന്ന് പറയുന്നത് വിറ്റാ കിട്ടുന്ന തുകയാണ്. സോ വിറ്റാ കിട്ടുന്ന തുക നമുക്ക് 1 ലക്ഷം, ഞാനൊരു മെഷീനറി വിറ്റു, ആ മെഷീനറിയുടെ കേസാണ് ഇപ്പോൾ പറയുന്നത്. മെഷീനറി വിറ്റിട്ട് എനിക്ക് 1,20,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ക്യാരിങ് എമൗണ്ട് എന്ന് പറയുന്നത് 80,000 സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ്, നമുക്കൊരു ഗെയിനാണ് ഉണ്ടാകുന്നത്. ഗെയിൻ ഓഫ് ഡിസ്പോസൽ. അതായത് സെയിൽ പ്രൊസീഡ്സ് 1,20,000 മൈനസ് ക്യാരിങ് എമൗണ്ട് 80,000. സോ എനിക്ക് 40,000 രൂപ എന്ത് കിട്ടിയിട്ടുണ്ട്? ഗെയിന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഡിസ്പോസലിൽ. പിന്നെ ഇതേ കേസ് നമുക്ക് ലോസ് ഉണ്ടാവുക. ലോസ് ഉണ്ടാവുക എങ്ങനെയാണ്? ക്യാരിങ് എമൗണ്ട് 80,000 സെയിൽ പ്രൊസീഡ്സ് 40,000 സോ 40,000 മൈനസ് 80,000, അതായത് സെയിൽ പ്രൊസീഡ്സ് മൈനസ് ക്യാരിങ് എമൗണ്ട് എന്ന് പറയുന്നത് മൈനസ് 40,000 അതായത് 40,000 ലോസ് ആണ്. സോ ഇത്രയേ ഉള്ളൂ. ഡീറെക്കഗ്നീഷൻ ഓർ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അസറ്റിനെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ നിന്ന് ഒഴിവാക്കുന്നു. കാരണം ആ ഒരു അസറ്റിന് പിന്നീട് ഫ്യൂച്ചറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു എക്കണോമിക് ബെനിഫിറ്റ് തരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഡീറെക്കഗ്നീഷനുള്ള കാരണമായിട്ട് പറയുന്നത്. ഡീറെക്കഗ്നീഷൻ 2 രീതിയിലാവാം. ഒന്നുകിൽ സെയിലാവാം, അല്ലെങ്കിൽ എന്താവാം, ഫിനാൻഷ്യൽ ലീസ് ആവാം. സോ ഡീറെക്കഗ്നീഷൻ്റെ കേസ് നമുക്ക് എന്ത് ചെയ്യും? ഒന്നുകിൽ ഗെയിന് കിട്ടാം, അല്ലെങ്കിൽ ലോസ് കിട്ടാം. ഗെയിൻ ഓഫ് ഡിസ്പോസൽ അല്ലെങ്കിൽ ലോസ് ഓഫ് ഡിസ്പോസൽ, ഇതിന് രണ്ടും ചാൻസ് ഉണ്ട്. സോ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, സെയിൽ പ്രൊസീഡ്സും ക്യാരിങ് എമൗണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്, ഈ ഗെയിനും ലോസും നിർണ്ണയിക്കുന്നത്. സെയിൽ പ്രൊസീഡ്സ് കൂടിക്കഴിഞ്ഞാൽ ഗെയിനും, സെയിൽ പ്രൊസീഡ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, നമുക്ക് ലോസും കിട്ടുന്നു. സോ ക്യാരിങ് എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. കോസ്റ്റ് ഓഫ് ദ അസറ്റ് ലെസ് ഡിപ്രീസിയേഷൻ ടിൽ ദ ഡേറ്റ് ആണ്. സോ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കുക. ഈ വേണമെങ്കിൽ ഇതിനൊരു ഉദാഹരണം കൂടി ആലോചിക്കുക. അതായത് ഞാനൊരു മെഷീനറി വിറ്റു, എനിക്ക് 1,20,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ക്യാരിങ് എമൗണ്ട് 80,000. സ്വാഭാവികമായിട്ട് ഈ കേസിൽ എന്താണ്, എനിക്ക് ഗെയിനാണ്, 40,000 രൂപ ഗെയിനാണ്. സോ ഇങ്ങനെ ഉദാഹരണ സഹിതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഡീറെക്കഗ്നീഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ തിയററ്റിക്കൽ ആസ്പെക്ട്സിൽ നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. സോ ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ഇല്ലുസ്ട്രേഷൻ, നമ്മളിപ്പോൾ ഇൻഡെക്സ് 12 PP പ്ലാന്റ് പ്രോപ്പർട്ടി എക്യുപ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം ഏരിയയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലം അല്ലെങ്കിൽ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ ഒന്ന് നോക്കാം. An entity has purchased a new printing machine for their industrial printing operation. The machine has been imported from Germany and will be installed in the existing factory. Following the dismantling and removing of old press, which is now obsolete due to advance in technology, determine the amount to be recognized initially as a cost of asset from the following. So ഇത്രേ കാര്യമുള്ളൂ. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു മെഷീൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതായത് പുറത്തുനിന്ന് ഒരു മെഷീൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ ആ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കോസ്റ്റ് ഓഫ് ഈ മെഷീൻ കാണണം. കാൽക്കുലേറ്റ് ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് മെഷീൻ എന്നുള്ളതാണ് ചോദ്യം. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്കുലർ നമുക്കൊന്ന് നോക്കാം. ഒന്ന് ഇൻവോയ്സ് പ്രൈസ് 60 ലക്ഷമാണ്, കൺസൾട്ടേഷൻ ഫീസ് 50,000, ഇമ്പോർട്ട് ഡ്യൂട്ടി 6 ലക്ഷമാണ്, ഷിപ്പിംഗ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് 3.5 ലക്ഷം, ഇൻഷുറൻസ് ഫോർ ഷിപ്പിംഗ് 75,000, എ പോർഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 ലക്ഷം, കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ദ ഓപ്പറേഷൻ ഓഫ് ന്യൂ മെഷീൻ 1 ലക്ഷം, ഇലക്ട്രിക് ഫീസ് ഫോർ കണക്റ്റിംഗ് ദ മെഷീൻ 25,000, പ്രൊഫഷണൽ ഫീസ് എന്ന് പറയുന്നത് 50,000, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളിംഗ് സൗണ്ട് പ്രൂഫിംഗ് റൂഫ് ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ഇൻ ദ അതേഴ്സ് പാർട്ട് ഓഫ് ദ ഫാക്ടറി ബിൽഡിംഗ് 25,000. സോ ടോട്ടലായിട്ട് 10 ഐറ്റങ്ങളാണ് ഇത് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് അസറ്റ് കാണും. സോ കോസ്റ്റ് ഓഫ് അസറ്റ് കാണാൻ തിയററ്റിക്കൽ ആസ്പെക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ത് ചെയ്യണം? നമ്മൾ കാണണം. സോ കോസ്റ്റ് ഓഫ് അസറ്റ് കാണുമ്പോൾ ഏതൊക്കെ ഐറ്റങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം, ഏതൊക്കെ ഐറ്റങ്ങൾ കൺസിഡർ ചെയ്യണ്ട എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് അസറ്റ് കാണാം. നമുക്ക് ആദ്യം മുതൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് ആണ്. അത് കോസ്റ്റ് ഓഫ് അസറ്റ് കാണാൻ എന്താണ് ആവശ്യമായ സംഗതിയാണ്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. സോ 60 ലക്ഷം എന്താണ് ആവശ്യമാണ്. സെക്കൻഡ്, കൺസൾട്ടേഷൻ ഫീ ഫോർ ചൂസിങ് ദ ന്യൂ അസറ്റ്. സോ കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു
അസറ്റ് ജർമ്മനിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് വാങ്ങുന്നത്. സോ അങ്ങനെ ജർമ്മനിയിൽ നിന്ന് വാങ്ങാൻ നമ്മൾ ആരെങ്കിലും ഉപദേശം അല്ലെങ്കിൽ ഏതെങ്കിലും കൺസൾട്ടൻറ്റിൻ്റെ ഉപദേശം തേടിയിട്ടുണ്ടെങ്കിൽ ആ ഫീസിനെയാണ് കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത്. സോ ഈ കൺസൾട്ടേഷൻ ഫീസ് എന്താണ്? ഈ ഒരു അസറ്റുമായിട്ട് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഈ ഒരു അസറ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല. സോ ഈ ഒരു കോഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട. സോ കൺസൾട്ടേഷൻ ഫീസ് 50,000 രൂപ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. കാരണം എന്താണ്, അത് അസറ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് കോസ്റ്റ് അല്ല, അസറ്റുമായിട്ട് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് അല്ലാത്തതിനാൽ ഈ 50,000 നമുക്ക് എന്താണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി പെയ്ഡ്. ഇമ്പോർട്ട് ഡ്യൂട്ടി പെയ്ഡ് 6 ലക്ഷമാണ് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ, അതായത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്താണ്, ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഐറ്റാണെന്നുള്ളത് പറഞ്ഞതാണ്. അതെന്താണ്, ഇതുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് കോസ്റ്റ് ആണ്. അടുത്തത് പറയുന്നത് ഷിപ്പിംഗ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്. ഷിപ്പിംഗ് കോസ്റ്റും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും എന്താണ്, അത്യാവശ്യമാണ്. കാരണം ഇതുമായിട്ട് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ആണ് ആ ഷിപ്പിംഗ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. നെക്സ്റ്റ് ഇൻഷുറൻസ് ഫോർ ഷിപ്പിംഗ്. ഇൻഷുറൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇവിടം വരെ എത്തിക്കുന്നതാണ്. സോ അതിന് നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ കേട് വരാതിരിക്കാനുള്ള നമുക്ക് റിസ്ക് കവർ ചെയ്യാനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അതും എന്താണ്, ഈ ഒരു മെഷീനറിയുടെ കോസ്റ്റുമായിട്ട് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. സോ ഇൻഷുറൻസ് ഫോർ ഷിപ്പിംഗ് നമ്മൾ എന്ത് ചെയ്യണം, 75,000 രൂപ കൺസിഡർ ചെയ്യണം. എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ ജർമ്മനിയിൽ നിന്നാണ് എത്തിക്കുന്നത്. സോ ഒരു അസറ്റിൻ്റെ മുകളിലെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ആണ്. നെക്സ്റ്റ് പറയുന്നത് എ പോർഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. എ പോർഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഈ ഒരു മെഷീനറിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കോസ്റ്റാണ്. കാരണം എന്താണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷീനറിയായിട്ട് ഡയറക്റ്റ്ലി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ ഒരു 2 ലക്ഷം രൂപ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ഓപ്പറേഷൻ ഇൻ ദ ന്യൂ മെഷീൻ. ട്രെയിനിങ് കോസ്റ്റ് ആണ്. അതും എന്താണ്, ഇതുമായിട്ട് ഡയറക്റ്റ്ലി ഒരു ബന്ധവും ഇല്ലാത്ത ഐറ്റാണ്. സോ ഈ 1 ലക്ഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ക്ലൂഡ് ചെയ്യുന്നു. പിന്നെ ഇലക്ട്രിക്കൽ ഫീസ് ഫോർ കണക്റ്റിംഗ് ദ മെഷീൻ ടു പവർ സപ്ലൈ. ഇലക്ട്രിക്കൽ ഫീസ് ടു കണക്റ്റിംഗ് ദ മെഷീൻ ടു പവർ സപ്ലൈ. സോ എസെൻഷ്യൽ കോസ്റ്റ് ആണ്. കാരണം എന്താണ്, നമ്മൾ ഈ മെഷീൻ പ്രൊഡക്റ്റീവ് ആക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് സപ്ലൈ ആയിട്ട് നൽകുന്നത്. സോ ഈ ഒരു ഇലക്ട്രീഷ്യന് കൊടുക്കുന്ന ഫീസ് എന്താണ്, ഈ ഒരു മെഷീനുമായിട്ട് റിലേറ്റ് ചെയ്ത കോസ്റ്റ് തന്നെയാണ്. സോ ആ ഒരു 25,000 രൂപ നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ 9ാമത്തെ പോയിന്റ് പറയുന്നത് പ്രൊഫഷണൽ ഫീസ് ചാർജ്ഡ് ബൈ കൺസൾട്ടിംഗ് എഞ്ചിനീയർ ഫോർ ഓവർ സീയിങ് ദ ഇൻസ്റ്റാളേഷൻ. സോ എസെൻഷ്യൽ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവൂ. സോ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഫീസ് ഓഫ് ഇൻസ്റ്റാളേഷൻ എന്താണ്, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കോസ്റ്റാണ് 50,000 രൂപ. ലാസ്റ്റ് പറയുന്നത് വെച്ചാൽ എന്ത് ചെയ്തിട്ടുണ്ട്, സൗണ്ട് പ്രൂഫിംഗ് റൂഫ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണ്, എംപ്ലോയീസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ എന്താണ്, ഈ ഒരു മെഷീനറി ആയിട്ട് ഡയറക്റ്റ്ലി ഒരു ബന്ധമില്ലാത്ത കോസ്റ്റാണ്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. സോ 10 ഐറ്റം ഉള്ളതിൽ 6 കോസ്റ്റുകൾ മാത്രമേ എന്ത് ചെയ്യണ്ടൂ, നമ്മൾ ഈ ഒരു മെഷീനറിയുടെ കോസ്റ്റ് കാണുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. 1 ഇൻവോയ്സ് പ്രൈസ് ആണ്, അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് ആണ്. 2 ഇമ്പോർട്ട് ഡ്യൂട്ടി. 3 ഷിപ്പിംഗ് കോസ്റ്റ്. 4 ഇൻഷുറൻസ്. 5 ഇലക്ട്രിക്കൽ ഫീസ്. 6 പ്രൊഫഷണൽ ഫീസ് ഫോർ ചാർജിങ് അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് എന്ന് പറയാം. സോ ഈ ഒരു 6 കോസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ടു ബി റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഈ ഒരു മെഷീൻ കിട്ടും. സോ നമുക്കൊന്ന് നോക്കാം. ഇൻവോയ്സ് പ്രൈസ് 60 ലക്ഷം, ഇമ്പോർട്ട് ഡ്യൂട്ടി 6 ലക്ഷം, ഷിപ്പിംഗ് കോസ്റ്റ് 3.5 ലക്ഷം, ഇൻഷുറൻസ് ഫോർ ഷിപ്പിംഗ് 7 ലക്ഷം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇലക്ട്രിക്കൽ ഫീസ് കണക്റ്റിംഗ് ടു ദ മെഷീൻ ടു പവർ സപ്ലൈ നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഇലക്ട്രീഷ്യന് കൊടുക്കുന്ന ഫീസ് എസെൻഷ്യൽ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പവർ സപ്ലൈ ആയിട്ട് അല്ലെങ്കിൽ പവർ സപ്ലൈ ആയിട്ട് ബന്ധിപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യൂ, ഈ മെഷീൻസ് പ്രൊഡക്റ്റീവ് ആവും എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചതാണ്. സോ ആ ഒരു 25,000. പിന്നെയുള്ള ലാസ്റ്റ് ഉള്ളത് ഇൻസ്റ്റാളേഷൻ ചാർജ് 50,000 ആണ്. ഈ ഒരു 50,000 നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ ടോട്ടൽ ഈ ഒരു എമൗണ്ട് മുഴുവൻ കൂടി കഴിഞ്ഞാൽ, അതായത് 60 ലക്ഷം പ്ലസ് 6 ലക്ഷം 3.5 ലക്ഷം പ്ലസ് 75,000 25,000 50,000. സോ ഈ കോസ്റ്റ് മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ എമൗണ്ട് ടു ബി റെക്കഗ്നൈസ്ഡ് 71 ലക്ഷം രൂപയാണ്. ഈ ഒരു മെഷീൻ്റെ കേസിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 71 ലക്ഷം രൂപയാണ്. പിന്നെ ബാക്കി ടോട്ടൽ 10 ഐറ്റം ഉണ്ട്. അതിൽ 6 ഐറ്റം മാത്രമേ നമ്മൾ
കൺസിഡർ ചെയ്തിട്ടുള്ളൂ. 4 ഐറ്റം എന്ത് ചെയ്തിട്ടില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം എന്താണ്, അത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റങ്ങളാണ്. അതായത് ഈ ഒരു മെഷീനുമായിട്ട് ഡയറക്റ്റായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കോസ്റ്റുകളാണ് അവിടെ തന്നിട്ടുള്ളത്. നമ്മളെ കൺഫ്യൂഷൻ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ തന്നിട്ടുള്ളത്. സോ നമ്മൾ എലമെൻറ്റ് ഓഫ് കോസ്റ്റ് പറഞ്ഞപ്പോൾ ഏതൊക്കെ ഐറ്റങ്ങളാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഐറ്റമാണ് ഒഴിവാക്കേണ്ടത്, ഏതൊക്കെ ഐറ്റമാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ പഠിച്ചതാണ്. സോ ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. വേറെ കൺഫ്യൂഷൻ ഒന്നും ഇടയില്ല. സോ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ കൃത്യമായിട്ട് ചോദിക്കുക. താങ്ക് യു.